ചേലൂറും എൻ്റെ കൊടുങ്ങല്ലൂര് അറബിക്കടലിൻ്റെ കൂട്ടുകാരി. ഹായ്, എല്ലാവർക്കും നമസ്കാരം കേട്ടാ. ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ ബഷീർക്ക എന്ന ബച്ചുക്കയുടെ വീട്ടിലാണ് വന്നിട്ടുള്ളത്. അതായത് നമ്മുടെ ഇറിയാട് സ്കൂളിൻ്റെ അടുത്തുള്ള അദ്ദേഹത്തിൻ്റെ വീട്. എന്താണ് അപ്പോൾ അദ്ദേഹത്തെ കാണാൻ വന്നതെന്നുള്ളതിലേക്കാണ് നമുക്ക് കടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് എന്തായിരുന്നു നമുക്ക് അദ്ദേഹത്തെ കണ്ടുകൊണ്ട് തന്നെ അറിയാം. അപ്പം നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ഹായ് ബച്ചുക്ക. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബഷീർക്ക എന്ന ബച്ചുക്ക. അപ്പൊ ഞാൻ കാണാൻ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തികളിൽ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അപ്പൊ എന്താണ് ആ പ്രസ്ഥാനം എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് നമുക്കത് കേൾക്കാം. അപ്പൊ ബഷീർക്ക, നമ്മളെ ഒരു പ്രസ്ഥാനം എന്താണ്? ആ പ്രസ്ഥാനം അത് തുടങ്ങാണ്ടായ കാരണം എന്താണ്? ആ പ്രസ്ഥാനത്തിന്റെ പേരെന്താന്നൊക്കെ ഒന്ന് നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് പറയും. ഇത് ശരിക്ക് കുറെ വർഷങ്ങളായി മനസ്സിൽ കൊണ്ടെടുക്കുന്നൊരു സംഭവമാണ്. ഇത് ഒരു മ്യൂസിക് സെന്റർ നമ്മൾ എറിയാട് ഭാഗങ്ങളിൽ വേണമെന്നുള്ളത്. അപ്പൊ ഞങ്ങൾ കുറച്ച് കലാകാരന്മാർ ഇവിടെ ഉണ്ട് എറിയാട് ഭാഗത്ത്. നമ്മളിപ്പോ ടോട്ടലി നമ്മൾ തുടങ്ങിയപ്പോ ഒരു 10, 14, 15 പേരോളം ഉണ്ടായിട്ടുള്ളൂ. ഇപ്പൊ ഓൾറെഡി ഇപ്പൊ നമ്മൾ മെമ്പേഴ്സ് കൂടി ഇപ്പൊ 36, 37, 38 മെമ്പേഴ്സ് ഇപ്പൊ നമ്മളെ ഈ ഗ്രൂപ്പിലുണ്ട്. നിലവിലെ 38 മെമ്പേഴ്സ് ഉണ്ട് ഇപ്പൊ നമ്മുടെ ഈ ഒരു പ്രസ്ഥാനത്തിന്റെ പിന്നിൽ. നല്ല കരുത്തന്മാരായ മെമ്പേഴ്സ് എല്ലാവരും നന്നായിട്ട് സഹകരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഉദ്ദേശശുദ്ധി എന്താണെന്നുള്ളതാണ് നമുക്ക് അറിയുന്നത്. മ്യൂസിക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ എല്ലാവർക്കും പാടാനും അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും അതിൽ പല നമുക്ക് നേരിൽ അറിയാവുന്ന കാര്യങ്ങളാണ്. പല കലാകാരന്മാർ അവഗണിക്കപ്പെടുന്ന ഒരു കാലഘട്ടം, ഒരുപാട് അവഗണിക്കപ്പെടുന്ന കാലഘട്ടം, അതുപോലെ അത്ര തന്നെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന കാലഘട്ടം. അപ്പൊ മനസ്സിൽ ഇങ്ങനെ കുറെ നാളെ ഇങ്ങനെ ആലോചിക്കാം, നമ്മൾക്ക് ഇവിടെ ഒരു മ്യൂസിക് സെന്റർ, ഒരു ക്ലബ്ബായിട്ട് നമുക്ക് രൂപീകരിച്ചെങ്കിൽ കുറെ കലാകാരന്മാരെ വാർത്തെടുക്കാനുള്ള ഒരു പരിപാടി കുറെ നാളെ ഇങ്ങനെ കൊണ്ടെടുക്കുന്നത്. അങ്ങനെ പലവരെയായിട്ട് ചർച്ച ചെയ്തെങ്കിൽ നമ്മളിപ്പോ തുടങ്ങിയിട്ട് ഇപ്പൊ ഏതാണ്ട് 2 മാസം ആകാൻ പോകുന്നു. ഇപ്പൊ നല്ല നിലയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ അബ്ദുള്ള റോട്ടിലാണ് ഈ സ്ഥാപനം നടക്കുന്നത്. നമ്മൾ ക്ലബ്ബ് അർബൻ മ്യൂസിക് സെന്റർ എന്നാണ് ഇതിന്റെ പേര് ഇട്ടേക്കുന്നത്. അർബൻ മ്യൂസിക് സെന്റർ അബ്ദുള്ള റോട്ടിലാണ് നമ്മൾ ഈ ക്ലബ്ബ് ഉള്ളത്. അപ്പൊ നല്ല സഹകരണം, നാട്ടുകാരെ സഹകരണം ഉണ്ട്, നമ്മളെ കലാകാരന്മാരെ എല്ലാവരെയും സപ്പോർട്ട് ഉണ്ട്. നല്ല നിലയ്ക്ക് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കും. അതായത് നമ്മൾ ക്ലബ്ബുകൾ എന്ന് പറയുമ്പോൾ ഒരുപാട് കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മയാണ് ക്ലബ്ബ് എന്ന് പറയുന്നത്. പക്ഷെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയത് പാട്ട് പാടുന്നവർക്ക് വേണ്ടി മാത്രമായിട്ടൊരു ക്ലബ്ബ് രൂപീകരിക്കാന്ന് പറഞ്ഞാൽ അത് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഏരിയയിലൊക്കെ അങ്ങനെ ഒരു സംഭവം വന്നിട്ടുള്ളത്. എനിക്കിപ്പോൾ വേറെ ക്ലബ്ബുകളുണ്ട് ഇതേപോലെ മറ്റുള്ള പാടാൻ അറിയാത്ത പിള്ളേരെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇതേപോലെ മൈക്ക് സിസ്റ്റങ്ങളും അതുപോലെ ഓഡിയൻസിനെയും കൊടുത്ത് ഫുൾ സെറ്റപ്പിൽ തന്നെ പാടിപ്പിക്കാനുള്ള ക്ലബ്ബുകൾ നമ്മുടെ ഈ ഭാഗത്തൊന്നും ഇല്ല. നമ്മളെ ഭാഗത്ത് ഇല്ല. ആദ്യമായിട്ട് തുടക്കം കുറിച്ച് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് നമ്മ തന്നെയാണ് അല്ലേ? ഓക്കെ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ പാടാൻ കഴിവുണ്ടായിട്ട് പോലും അതിൽ നിന്നൊക്കെ അവഗണിക്കപ്പെടുന്ന കുറച്ച് കലാകാരന്മാരൊക്കെ നമ്മളെ നേരിൽ എന്റെ കണ്ണിൽ പെട്ടിട്ടുണ്ട്. അപ്പൊ ഞാനും അതിൽപ്പെട്ട ഒരാളാണ്. എനിക്ക് അങ്ങനെയൊക്കെ ഒരുപാട് സാധാരണ ഇപ്പൊ കല്യാണങ്ങളിലൊക്കെയാണ് നമുക്ക് കരോക്കെ കാണാൻ ചെല്ലുമ്പോൾ അപ്പൊ ഇപ്പൊ പാടാൻ എനിക്കറിയാം. പക്ഷെ ഞാൻ എൻ്റെ ഒരു CD ആയിട്ടൊക്കെ ചെല്ലുമ്പോൾ അവര് നമ്മളെ തള്ളി മാറ്റും. അവിടെ കുറെ ആളുകൾ പാടാണ്ടാവുന്നതായിരിക്കാം. അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ. എനിക്ക് മാത്രമല്ല എന്റെ ഫ്രണ്ട്സ്, എന്നെ പോലെ തന്നെ അവഗണിക്കപ്പെടുന്ന കുറച്ച് കലാകാരന്മാരുണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ഈ ഡെവലപ്പ്. ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, വളർന്നു വരുന്ന കൊച്ചു കലാകാരന്മാർക്ക് പോലും ഒന്ന് വളർന്ന് വേണ്ടിയിട്ടാണ് നമ്മള് മുൻകൂട്ടിയായിട്ട് ദീർഘവീക്ഷണത്തോടു കൂടി തന്നെ നമ്മൾ ഈ ഓഫീസ് ക്ലബ്ബ് ഇപ്പൊ ടോട്ടല് ഒരു 40-42 മെമ്പേഴ്സ് ഓൾറെഡി. സ്റ്റാർട്ടിംഗിൽ ആരാണ് അംഗങ്ങളുടെ എണ്ണം പറയുകയാണെങ്കിൽ അത് തുടക്കത്തിൽ എന്ന് പറയുന്നത് നമ്മളെ ഈ സ്വദേശത്തുള്ള കുറച്ച് കലാകാരന്മാര്. അപ്പൊ നമ്മത് കേട്ടില്ലേ, വളരെയധികം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു സംഭവമാണ്. അതായത് കരോക്കെ ഗാനമേള എന്ന് പറയുമ്പോൾ ഇവർ അതിന്റെ സെറ്റപ്പ് എന്ന് പറയുന്നത് ഫുൾ ഇൻസ്ട്രുമെന്റ്സുകൾ, അതായത് ബോക്സുകളും മൈക്കുകളൊക്കെ സെറ്റ് ചെയ്ത് സ്റ്റേജുകളൊക്കെ സെറ്റ് ചെയ്ത് ചെയർ, ഓഡിയൻസുള്ള ചെയറൊക്കെ സംഭവം ചെയ്തുകൊണ്ട് ആ ഭാഗത്തേക്ക് ഒരു CD ആയിട്ട് പാടാൻ അറിയാവുന്ന ആഗ്രഹിക്കുന്ന ആരെങ്കിലും ചെല്ലുകയാണെങ്കിൽ ഇവർ വളരെയധികം തുറന്ന മൈൻഡോടുകൂടി തന്നെ അവരെ പരമാവധി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും സഭാകമ്പം ഉണ്ടാവും അല്ലെ? ഈ സഭാകമ്പത്തിനെ ഇല്ലായ്മ ചെയ്യുന്നത് കൊണ്ട് അവരെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംരംഭമാണ് നമ്മുടെ ഈ പറഞ്ഞ
അർബൻ മ്യൂസിക് സെന്റർ. അർബൻ മ്യൂസിക് അല്ലേ? അർബൻ മ്യൂസിക് സെന്റർ അല്ലേ? ഓക്കെ. അപ്പൊ ഇതെല്ലാവരും നമ്മളിപ്പോ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് നമ്മളെപ്പോലുള്ള സാധാരണക്കാർ, ആരുമല്ലാത്തവർ ഉയർന്നു മുകളിലേക്ക് എത്തുന്നത്. ഇവരൊന്നും വലിയ എന്താ പറയാ, നമ്മുടെ വലിയൊരു പ്രൊഫഷണൽ സിംഗേഴ്സ് ഒന്നും അല്ല കേട്ടാ, സാധാരണക്കാരാണ്. അവർ സാധാരണക്കാരിൽ വന്ന ഒരുപാട് അനുഭവങ്ങളിലൂടെ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള നിന്ദിക്കുകയും അതുപോലെ തള്ളി മാറ്റുകയും നിങ്ങൾ പാടണ്ടെന്നൊക്കെ പറഞ്ഞു വരികയും ചെയ്യുന്നതിൽ നിന്ന് വളർന്ന വിഷമത്തിൽ നിന്നും ഉടലെടുത്തൊരു പ്രസ്ഥാനമാണ് അർബൻ മ്യൂസിക് സെന്റർ എന്ന് പറയുന്നത്. അപ്പോൾ പരമാവധി പ്രോത്സാഹിപ്പിക്കണം. അതുപോലെ തന്നെ താങ്കളുടെ വൈഫും ഇത് അങ്ങോട്ട് ഞാൻ അറിഞ്ഞു. അപ്പൊ അവരെ ഒന്ന് വിളിച്ച് പരിചയപ്പെടുത്തുകയാണെങ്കിൽ വിളിക്കാം. പാടുകയും ചെയ്യും. ഞങ്ങള് ചെറിയ ചെറിയ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഞാൻ വിളിക്കാം. അപ്പൊ അത് വിളിക്കട്ടെ, അവളെ ഉള്ള വൈഫിനെ വിളിക്കാൻ വേണ്ടി പോവുകയാണ്. അതുപോലെ തന്നെ നമുക്ക് വേറെ സംഭവം കൂടി ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. അതിനകത്ത് വരുന്ന അംഗങ്ങളിൽ ഏകദേശം 10-14 പേരോ അതിന്റെ ഉദ്ഘാടന സമയത്ത് പാടിയിട്ടുള്ളൂ. അപ്പൊ അവരെല്ലാവരുടെ വീഡിയോ നമ്മൾ ഓരോ ദിവസങ്ങളായിട്ട് ഇടുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ കമന്റ് വരുന്ന വ്യക്തിക്ക് നമുക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൂടി കൊടുക്കുക. ആ വീഡിയോ കൂടി നമ്മൾ ഉൾപ്പെടുത്തുക. അപ്പൊ എന്തായിരുന്നാലും അതെ, ഓക്കെ 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 വന്നിട്ടുണ്ട്. നല്ല ഗായകി കൂടിയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇവരെ പാട്ടിലൂടെ നമ്മൾ തുടക്കം കുറിക്കുന്നത് അല്ലേ? അപ്പൊ നമ്മ ഇതിനകത്ത് വന്നപ്പോൾ ആ ഒരു സന്തോഷം എന്താ നമുക്ക്? എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് വലിയ പാട്ടൊന്നും അറിയാൻ പാടായിരുന്നില്ല. ഇപ്പൊ കുറച്ചായിട്ട് പാടുമായിരുന്നു. അതിങ്ങനെ ഇത് ചെയ്ത് ഇപ്പൊ ഒരുവിധം നന്നായിട്ട് പാടും. അപ്പൊ ഞങ്ങള് പ്രോഗ്രാംസിലൊക്കെ ഇതുപോലെ പോവാറുണ്ട്. ഇടയ്ക്ക് എല്ലാവരും കൂട്ടായ്മ പോലെയൊക്കെ ചെയ്യാറുണ്ട്. സന്തോഷമായിട്ട് പോകുന്നു. മനസ്സിലായില്ലേ? അതായത് നമുക്ക് എല്ലാവർക്കും കഴിവുള്ള ഒരുപാട് പേരുണ്ട്. വേദികളില്ലാത്തതാണ് നമ്മുടെ കുഴപ്പം. അപ്പൊ വേദികൾ ഇവർ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും നമ്മൾ ഹാർദപൂർവ്വമായിട്ട് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ ഇവർ അതിമനോഹരമായ ഒരു ഗാനത്തോടുകൂടി നമുക്ക് നമ്മുടെ ഈ വീഡിയോയുടെ ഓപ്പൺ ചെയ്യുകയാണ്. അവരുടെ സ്റ്റേജും സംഭവവും സെറ്റപ്പൊക്കെ കാണിച്ചുകൊണ്ട് നമുക്ക് പാട്ടൊന്ന് ഇടല്ലേ. അപ്പൊ പാട്ടുകളുടെ അഭിപ്രായങ്ങൾ കാണാൻ കമന്റ് ചെയ്യണം. പിന്നെ നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ. അപ്പൊ പരിപാടിയിൽ സഹകരിച്ചതിന് ഒരുപാട് താങ്ക്സ്. അപ്പൊ വേറെ കാര്യം കൂടി ഉണ്ട്. ഇതിൽ 15 അംഗങ്ങളാണ് പാടിയിട്ടുള്ളത്. ഈ 15 അംഗങ്ങളെ നമ്മൾ മീറ്റ് ചെയ്യും. അവിടെ ഓരോ ദിവസവും അവരുടെ ഓരോ വീഡിയോ നമ്മൾ ഇടുന്നുണ്ട്. അപ്പൊ എന്തെന്നായിരുന്നാലും നിങ്ങളുടെ അഭിപ്രായം എന്തായിക്കോട്ടെ അതൊന്ന് കമന്റ് ചെയ്യണം. കാരണം പ്രോത്സാഹിപ്പിക്കണം. നമുക്ക് എല്ലാവർക്കും ഇതേപോലെ ആരെങ്കിലൊക്കെ ഉണ്ട്, ഞാൻ വിളിച്ചോ, ഞങ്ങൾ വരാം. നമുക്ക് അവരൊക്കെ പ്രോത്സാഹിപ്പിക്കാം. ഇവിടെ എവിടം വരെ എത്തിക്കാൻ പറ്റും അവിടം വരെ നമുക്ക് എത്തിക്കാം. ഓക്കെ. എല്ലാവരും സദസ്സിലേക്ക് ഇരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമുക്കിതിവിടെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, അതിന്റെ ഗുണഗണങ്ങളൊക്കെ പിന്നീട് നമുക്ക് മനസ്സിലാവും. അപ്പൊ അത്തരത്തിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മയോടെ ഉണ്ടാക്കിയെടുത്ത സംഘാടകർക്ക് എന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. കാരണം ഒരുപാട് പേർക്കത് ഗുണങ്ങളാവുന്നു. എനിക്ക് പാടാൻ കഴിയില്ല, ഇനി ഞാൻ പാടിയിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ പാട്ട് എഴുതാൻ തുടങ്ങി. അങ്ങനെ ഇപ്പോൾ ഞാൻ ഏതാണ്ട് ഒരു 24 പാട്ടുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് ഞാൻ പാട്ട് എഴുതുന്നതും അതിൻ്റെ ഒരു ഇത് നടന്നു എൻ്റെ ഫേസ്ബുക്കിൽ കൂട്ടായ്മ മൂലം. ഇതുപോലുള്ളൊരു കൂട്ടായ്മ മൂലമാണ് എനിക്ക് പാട്ട് എഴുതാനുള്ളൊരു പ്രചോദനം ഉണ്ടായത്. കൊടുങ്ങല്ലൂരിൽ ഒരുപാട് എന്താ പറയുക ഗായകരും കലാകാരന്മാരും സംഗീതജ്ഞരും ഒക്കെ ഉള്ളൊരു വലിയ സമ്പന്നമായിട്ടുള്ളൊരു നാടാണ് നമ്മുടെ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നത്. ആ കൊടുങ്ങല്ലൂരിനെ കുറിച്ചൊരു ഗാനം എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യത്തിൽ നമുക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ 7 വർഷം മുമ്പ് ഞാൻ അങ്ങനെ ഒരു ഗാനം എഴുതി. കൊടുങ്ങല്ലൂരിന് വേണ്ടി, എൻ്റെ നാടിന് വേണ്ടി ഞാനൊരു പാട്ട് എഴുതി. അതാണ് എത്ര മനോഹരമെൻ്റെ നാട്, ചേലൂറും എൻ്റെ കൊടുങ്ങല്ലൂര്, അറബിക്കടലിൻ്റെ കൂട്ടുകാരി, കണ്ടോ നീ എൻ്റെ കൊടുങ്ങല്ലൂര്. കേരള നാടിൻ തുറമുഖമായി ചരിത്രം രചിച്ചതാണ് എൻ്റെ നാട്. കാലം തെളിയിച്ച മണ്ണിൻ മഹാത്മാക്കൾ വന്നു പിറന്നതാണ് എൻ്റെ നാട്. എത്ര മനോഹരമെൻ്റെ നാട്, ചേലൂറും എൻ്റെ കൊടുങ്ങല്ലൂര്. നിങ്ങളുടെ ഒപ്പം ചിലപ്പോഴൊക്കെ ഞാനും കൂടാം എന്നൊക്കെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. അപ്പം അത്തരത്തിൽ എല്ലാവർക്കും നന്മ വരട്ടെ, നല്ല രീതിയിൽ വളർന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
കസ്തൂരി കസ്തൂരി കൈയടിച്ച